ജപ്പാനിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് മാസ്റ്റർ ഡിഗ്രി, PhD, ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കാൻ അവസരം ജപ്പാൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഏറെക്കുറെ നിങ്ങൾക്ക് മെയ് മാസം വരെ അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ജപ്പാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തൊരു രാജ്യമാണെന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ടെക്നിക്സുകൾ പഠിക്കാറുണ്ട്. ജപ്പാനിൽ നമ്മളൊരു വർക്ക് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടോട്ടൽ കൾച്ചർ തന്നെ മാറുമെന്ന് അദ്ദേഹം എന്നോട് എനിക്ക് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവിടുത്തെ സ്കോളർഷിപ്പിന് വേണ്ട പ്രിപ്പറേഷൻ നിങ്ങൾ നല്ല രീതിയിൽ നടത്തണം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും പഠിക്കാനും സാധിക്കില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ അതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ പോയിട്ട് പഠിക്കുക. എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടോ മെസ്സേജ് അയച്ചുകൊണ്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കണമെന്നില്ല. കാരണം എനിക്കതിന് മാത്രം അതിനെ അറിയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ തന്നെ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, റിസർച്ച് സ്റ്റുഡൻറ്റ്. ഇതവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. ഇവരെ റിസർച്ച് സ്റ്റഡീസ് എന്നാണ് പറയുക. ഇത് നമുക്ക് അവിടെ PhD അല്ലെങ്കിൽ മാസ്റ്റർ PG ചെയ്യാൻ സാധിക്കും. സെക്കൻഡ്, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ലീഡിങ് ടു ബാച്ചിലേഴ്സ് ഡിഗ്രി. അവിടെ നമുക്ക് സാധാ പോലെ ബാച്ചിലർ ഡിഗ്രിയാണ് കിട്ടുക. ഇതിൻ്റെ 5 വർഷമായിരിക്കും ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് കോളേജ് ഓഫ് ടെക്നോളജി സ്റ്റുഡൻ്റ് ആണ്. ഇത് ഡിപ്ലോമ കോഴ്സാണ്. അതായത് അസോസിയേറ്റ് ഡിഗ്രി എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. 4, സ്പെഷ്യൽ ട്രെയിനിങ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. ഇതിനെ പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നുള്ളതാണ്. ഇങ്ങനെ 4 രീതിയിലാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ബേസിക്കലി മനസ്സിലാക്കാൻ കാര്യം ജാപ്പാനീസ് ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ നിങ്ങൾ ഓഫ്ലൈനായിട്ട് ചെന്നൈയിലെ ജാപ്പാനീസ് എംബസിയിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കമൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി, PhD കുറിച്ചിട്ട് ബേസിക്കായിട്ട് ഇൻഫർമേഷൻ നോക്കാം. ഇപ്പോൾ റിസർച്ച് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ടൈപ്പ്. ലെവൽ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് സ്കൂൾ ലെവൽ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച്, മാസ്റ്റേഴ്സ് കോഴ്സ്, PhD കോഴ്സ്. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 1990 ഏപ്രിൽ 2 ശേഷം ജനിച്ചവരായിരിക്കാം. ഫീൽഡ് ഓഫ് സ്റ്റഡി ഒരുപാട് ഏരിയയിലുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചേക്കുക. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബയോളജി ആൻഡ് ബയോടെക്നോളജി, അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് എക്സെട്ര നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ക്വാളിഫിക്കേഷൻസും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് മാസ്റ്റേഴ്സ് കോഴ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കോഴ്സിന് ഫസ്റ്റ് ഫേസിന് വേണ്ടത് 70% മാർക്കോടെയുള്ള ബിരുദമാണ്. ഡോക്ടറൽ കോഴ്സിന് സെക്കൻഡ് കോഴ്സിന് നിങ്ങൾക്ക് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ 70% മാർക്കോടെയാണ് ഇതിന് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. കോഴ്സിന് നിങ്ങൾക്ക് ഫീസ് ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മെയ് 3, 2024 മെയ് 3 വരെയാണ് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ സാധിക്കും. സെക്കൻഡ് കോഴ്സ് ബാച്ചിലർ കോഴ്സാണ്, ബാച്ചിലർ ഡിഗ്രിയാണ്. ഇവർ ജനിച്ചിരിക്കേണ്ടത് 2 ഏപ്രിൽ 2000 ശേഷം ജനിച്ചവരായിരിക്കണം. ഫസ്റ്റ് വരുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലാണ്. അതിൽ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് A, സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് B എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്, പെഡഗോഗി വരുന്നുണ്ട്, സോഷ്യോളജി, ലിറ്ററേച്ചർ, അങ്ങനെ പല ഏരിയകൾ വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സെക്കൻഡിൽ വരുന്ന എക്കണോമിക്സും ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമാണ്. അതേ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ്, CTC ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് നാച്ചുറൽ സയൻസിന് നാച്ചുറൽ സയൻസ് A, നാച്ചുറൽ സയൻസ് B എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റഡീസ്, മെക്കാനിക്കൽ സ്റ്റഡീസ്, സിവിൽ ആൻഡ് ആർക്കിടെക്ചർ, കെമിക്കൽ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. Bയിൽ അഗ്രികൾച്ചർ സ്റ്റഡീസാണ് വരുന്നത്. ഹൈജീനിക് സ്റ്റഡീസ്, സയൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 80% മാർക്കോടെ 12th സ്റ്റാൻഡേർഡ് നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് അസോസിയേറ്റ് ഡിഗ്രി, ഡിപ്ലോമയാണ്. ഇതിൻ്റെ ഏജും 2 ഏപ്രിൽ 2000 തന്നെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ 65% മാർക്കോടെ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവസാനത്തതായിട്ട് വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. ഇതിൻ്റെയും ജനനതീയതി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2 ഏപ്രിൽ 2000 വരെയാണ്. കോഴ്സുകൾ വരുന്നത് ടെക്നോളജി, പേഴ്സണൽ കെയർ ആൻഡ് ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ, ബിസിനസ്, ഫാഷൻ ആൻഡ് ഹോം എക്കണോമിക്സ്, കൾച്ചർ ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ, ഇത്രയാണ് അതിൻ്റെ കോഴ്സുകൾ വരുന്നത്.
60% മാർക്കോടെ +2 പാസ്സാവുക എന്നുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ താഴെ ഞാൻ പറഞ്ഞതുപോലെ ലിങ്കിലുണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അടക്കം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. മാക്സിമം അപ്ലൈ ചെയ്യാനും ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് ഞങ്ങളെ സേഫ് ആളപ്ര എന്നുള്ള അക്കൗണ്ട് വഴി ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.